കുറേ മാസങ്ങൾ മുന്നേ ഞാൻ കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കണ്ടൊരു കാഴ്ചയാണ്. അപ്പോൾ ഈ വ്യക്തി നിന്നിരിക്കുന്ന വ്യക്തി അയാളൊരു ഹാൻഡിക്യാപ്ഡാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത എന്താണ്, നീ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നല്ലേ ഉള്ളൂ, അല്ലെ നിനക്കെന്തെങ്കിലും അവിടെ പ്രതികരിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ ചിലപ്പോൾ കമൻറ്റ് അടിച്ചേക്കാം. അപ്പോൾ ഞാൻ നിന്നിട്ടാണുള്ളത്, ഞാൻ ഇരുന്നിട്ടില്ല. ഞാൻ സീറ്റിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒഴിഞ്ഞു കൊടുക്കുമായിരുന്നു, ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്നാൽ നിനക്ക് അയാൾക്ക് വേണ്ടിയിട്ടൊന്ന് റിക്വസ്റ്റ് ചെയ്തുകൂടായിരുന്നു ചോദിക്കും. അപ്പോൾ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അയാൾക്കില്ലാത്ത വിഷമം എനിക്കെന്തിനാ എന്നുള്ളൊരു ചോദ്യം. അത് ഞാനങ്ങനെ അയാളെ പരിഹസിച്ചുകൊണ്ടല്ല, എന്നാലൊരു ചോദ്യം ഞാൻ ചോദിക്കും. കാരണം എങ്ങാനും ഞാൻ മറ്റുള്ള അവിടെ ഇരുന്ന ആൾക്കാരോട് ഒന്ന് എഴുന്നേറ്റ് കൊടുത്തൂടെ എന്ന് ചോദിക്കുമ്പോൾ ആ നിന്നിരിക്കുന്ന ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള വ്യക്തി ഇൻ്റർഫിയർ ചെയ്തിട്ട്, മോനാന്ന് കുഴപ്പമില്ല, ഞാൻ നിന്നോട് പറഞ്ഞോ സീറ്റിന്, അല്ലെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞോ ഏതെങ്കിലും എനിക്ക് സീറ്റ് വേണമെന്ന് ഞാൻ പറഞ്ഞോ എന്നുള്ളൊരു കൗണ്ടർ ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മൂഞ്ചി. ആ ഒരു കാരണം കൊണ്ടും. രണ്ടാമത്തത്, ഞാൻ ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ ചേട്ടാ ഒന്ന് അയാൾക്ക് വേണ്ടിയിട്ടൊന്ന് മാറിക്കൊടുത്തൂടെ എന്ന് ചോദിക്കേണ്ടത് മലയാളികളോടാണ്, പ്രബുദ്ധരോടാണ്. ഈ പ്രബുദ്ധരോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? തൻ്റെ കൺമുമ്പിൽ നടക്കുന്നൊരു കാര്യമായിട്ടും ഒരാൾ അവിടെ എഴുന്നേറ്റ് കൊടുത്തിട്ടോ സാധിച്ചിട്ടൊന്നുമില്ല. അപ്പം ഞാനായിട്ട് പറഞ്ഞിട്ട് ഒരാളോട് പറയുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാറിക്കൊടുത്തേക്കാം, പക്ഷേങ്കിൽ എന്നോടുള്ള ഒരു ഈഗോ കോംപ്ലക്സ് കാരണം എന്നോടൊരു വിമിഷ്ടമായിരിക്കും ആൾക്കാർക്ക് ഉണ്ടാവുക. പിന്നെ ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയും ഭയങ്കര സെക്യുലാരിസവും അതേപോലെ മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പറയുന്ന നാടാണല്ലോ ഇത്. ഈ ഒരു കാര്യത്തിന് പോലും ആൾക്കാർക്കൊന്ന് സഹകരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ്? ഞാൻ കുറേ ദൂരം ഉണ്ടായിരുന്നു തോന്നുന്നു അദ്ദേഹം. അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ ദയനീയമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ഇങ്ങനെ അയാൾക്ക് മുകളിൽ പിടിച്ച് നിൽക്കാനും അയാൾക്ക് കാലിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, കാലിനാണോ ശരീരത്തിന് മൊത്തമായിട്ടാണോ എനിക്കറിയില്ല. അപ്പോൾ കണ്ടു നിൽക്കുന്ന എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നും, വിഷമമുള്ളൊരു കാര്യമായിരുന്നു. ഇതുപോലത്തെ പല കാഴ്ചകളും നമ്മൾ കാണാറുണ്ട്. അത് സ്ട്രീറ്റിലാണെങ്കിലും റോഡിലാണെങ്കിലും മറ്റുള്ള സ്ഥാപനങ്ങളിലാണെങ്കിലും എല്ലാം ദയനീയമായിട്ടുള്ള, മനുഷ്യനോ മൃഗമോ എന്തും ആയിക്കോട്ടെ, പല ദയനീയമായിട്ടുള്ള കാഴ്ചകൾ കാണാറുണ്ട്. അപ്പോൾ എന്തായാലും മലയാളികൾ അന്നന്ന് പിന്നെ നല്ല രീതിയിൽ പ്രബുദ്ധരായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര നല്ലൊരു കാര്യമാണ്.